ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സെയിൻസിസ് മീഡിയയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സുവിശേഷ പ്രഘോഷണ യജ്ഞത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ യുവതി-യുവാക്കൾ പലപ്പോഴും പ്രാർത്ഥിക്കാനായിട്ട് മടി കാണിക്കുന്നു. അതായത്, പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം, എനിക്ക് പ്രാർത്ഥിച്ചിട്ട് എന്താ കിട്ടുന്നത്, പ്രാർത്ഥിച്ചാൽ എനിക്ക് മെച്ചം എന്താ എന്നൊക്കെ നമ്മൾ പലപ്പോഴും തോന്നുന്നുണ്ട്. അതായത്, ചിലപ്പം അവർ ഒരു സമയത്ത് നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന, പള്ളിയോട് വളരെ അറ്റാച്ച്ഡായിട്ട് നിൽക്കുന്ന ആൾക്കാരായിരുന്നിരിക്കാം. പക്ഷേ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കൈപ്പേറിയ അനുഭവം അവർക്കുണ്ടായി, അല്ലെങ്കിൽ അവർക്ക് ഒരു കാര്യം കർത്താവിനോട് ചോദിച്ചു, അത് കിട്ടിയില്ല. ഇനി ഞാൻ എന്തിനാ അവിടെ നിൽക്കണേ, ഞാൻ ചോദിച്ചിട്ടൊന്നും കിട്ടിയില്ലല്ലോ, എന്തിനാ അവിടെ നിൽക്കണേ എന്ന് പറഞ്ഞ് പോകുന്ന, ജീവിതത്തിലെ പച്ചയായ അനുഭവങ്ങൾ, വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ വരുമ്പോൾ കർത്താവിനെ ഉപേക്ഷിച്ച് പോകുന്ന, കർത്താവിനോട് ചോദിച്ചിട്ടും കിട്ടാതെ പോകുന്ന അവസരങ്ങൾ നമുക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മുടെ നിലപാട് എന്താണ്, നമ്മൾ എങ്ങനെ എടുക്കണം അതിനെ? നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിൽ ഈശോയെ നമുക്ക് ഉപേക്ഷിച്ച് പോകാൻ പറ്റുമോ? ദേവാലയത്തെ നമുക്ക് ഉപേക്ഷിച്ച് പോകാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാം. എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടായത് പറയുകയാണ്. ഞാൻ തൃശ്ശൂരുള്ള ഒരു പള്ളിയിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം വൈകുന്നേരം ഞങ്ങളവിടെ വൈകുന്നേരം ഔട്ടിങ്ങിനൊക്കെ ആയിട്ട് പോകും. ഔട്ടിങ്ങിനൊക്കെ പോണ സമയത്ത് ഒരു തമിഴ്നാട്ടുകാരനായ ഒരു പയ്യൻ അവിടെ ഒരു കല്യാണത്തിന് വന്നു. അപ്പോൾ ഞങ്ങൾ ഔട്ടിങ് കഴിഞ്ഞ് തിരിച്ച് പള്ളിയിലേക്ക് വന്നു. പള്ളിയുടെ ഫ്രണ്ടിൽ ഇരിക്കുകയാണ്. അവനിങ്ങ് വന്ന്, ഒരു യുവാവാണ്, അവനിങ്ങ് വന്ന് ചോദിക്കുകയാണ്, ഇവിടെ എപ്പോഴാണ് കുർബാന എന്ന്. കുർബാന ഇന്നില്ല, ഇനിയിപ്പോൾ നാളെ ഉണ്ട്. നാളെ എപ്പോഴാണ് കുർബാന എന്ന് ചോദിച്ചു. നാളെ രാവിലെ 6:30-ക്കാണ്. എന്താണ് ചോദിച്ചതെന്ന് ചോദിച്ചു. എനിക്ക് കുർബാന ഇന്ന് കാണണം. ഓക്കെ, ഞാനൊരു മനസ്സമ്മതത്തിന് വന്നതാണ്. മനസ്സമ്മതത്തിന് കുർബാന ഇല്ലല്ലോ, അപ്പോൾ ഒന്ന് കുർബാന കാണണം, ഏത് ഭാഷയാണെങ്കിലും കുഴപ്പമില്ല, എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു. അവൻ്റെ ജോലിയൊക്കെ ചോദിച്ചു. അവൻ ചെന്നൈയിലുള്ള ഒരു വലിയ ഫേം, ഇൻഫോസിസ് എന്ന് പറയുന്ന ഒരു കമ്പനിയിലെ വലിയൊരു ഉദ്യോഗസ്ഥനാണ്. അവൻ തിരക്കുണ്ട്, പക്ഷെ എന്നാലും അവൻ ഒരു കല്യാണം കഴിച്ചിട്ടില്ല. 25 വയസ്സുണ്ടാവും. അപ്പോൾ അവൻ ചോദിക്കുകയാണ്, എനിക്ക് വിശുദ്ധ കുർബാന ഇന്ന് കാണണം, ഭാഷ ഏതാണെങ്കിലും കുഴപ്പമില്ല, എനിക്ക് കാണണം. അന്നേ ദിവസം നൊവേനയുണ്ടായിരുന്നു മാതാവിൻ്റെ. അപ്പോൾ നമുക്കറിയാം, തമിഴന്മാർ കുറച്ചുകൂടെ നൊവേന, മാതാവിനോട് കൂടെ അറ്റാച്ച്മെൻ്റ് ഉള്ള ആളായിരുന്നു. അപ്പോൾ അവൻ്റെ ജീവിതത്തിലും ഇങ്ങനെ വലിയൊരു കടബാധ്യതയിലൂടെയാണ് അവൻ കടന്നുപോയത്. അവൻ്റെ അമ്മയെ അവനുണ്ടായിരുന്നുള്ളൂ, അവൻ്റെ വീട് ജപ്തിയായിരുന്നു. അങ്ങനെ ഒന്നുമില്ലാത്ത ഒരവസ്ഥ വന്നപ്പോൾ അവൻ പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം വീഴ്ച പ്രാർത്ഥിച്ച് അവന് പലപ്പോഴും ഉത്തരം കിട്ടിയില്ലായിരുന്നു. അവൻ പലപ്പോഴും അവൻ്റെ ജീവിതത്തിൽ നിരാശ വന്നു, മരിക്കണത് വരെ തോന്നലുണ്ടായി. പക്ഷേ അവൻ്റെ പ്രാർത്ഥന, അവൻ പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം വീഴ്ച പ്രാർത്ഥിച്ച് അവന് നല്ലൊരു ജോലിയും നല്ലൊരു വീടും അവന് ലഭിച്ചു. അതിനൊരു ആ ഒരു ഓർമ്മ, ആ ഒരു പ്രാർത്ഥനയുടെ ഫലം, അവനെ പ്രാർത്ഥിച്ചിട്ട് അവന് കിട്ടി. അവൻ വെയിറ്റ് ചെയ്തു, അവന് കുറേ വർഷക്കാലം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷേ അവനുണ്ടായ ചിന്തയാണ് നമ്മളെ മാറ്റിമറിക്കേണ്ടത്. നമ്മുടെ ചിന്തകൾക്ക് ഒരു മാറ്റം സംഭവിക്കേണ്ടത്. അവൻ കാത്തിരുന്നു, ക്ഷമയോടെ അവൻ കാത്തിരുന്നു, അവന് അതിന് ഉത്തരം കിട്ടി. അപ്പം നമ്മുടെ യുവതി-യുവാക്കളൊക്കെ ഒരു കാര്യം നമുക്ക് ചോദിക്കുമ്പോൾ അപ്പം തന്നെ നമുക്ക് ഉത്തരം ലഭിക്കണമെന്ന് നിർബന്ധം പിടിക്കാൻ പറ്റില്ല. നമുക്കറിയാം, നമ്മുടെ സുവിശേഷത്തിൽ ലാസറിൻ്റെ മരണം നോക്കണേ. ഈശോ എത്രത്തോളം സ്നേഹിച്ച ഒരു കുടുംബമാണ് ലാസറിൻ്റെ കുടുംബം. മർത്താ, മറിയം വളരെ ക്ലോസ് ആയിരുന്നു. ലാസർ മരിച്ചപ്പോൾ ഈശോയുടെ കണ്ണിൽ നിന്ന് ഈശോ കരഞ്ഞു. ചെറിയ വചനമാണ്, ബൈബിളിൽ ഏറ്റവും ചെറിയ വചനമാണ്. ഈശോ കരഞ്ഞു. അപ്പോൾ ആ കരച്ചിലൂടെ നമുക്കറിയാം എത്രത്തോളം ഈശോ ആ കുടുംബവുമായിട്ട് ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന്. എന്നിട്ട് നിങ്ങളൊന്ന് നോക്കണം, സുവിശേഷത്തിൽ പറയുന്നുണ്ട്, ലാസർ മരിച്ചു, ലാസർ രോഗബാധിതനായി കഴിയുകയാണ്. അപ്പോൾ ഈശോ പോയില്ല. ഈശോ അത്രയും സ്നേഹിച്ച ഒരു കുടുംബം, ഈശോ അത്രയും സ്നേഹിച്ചൊരു മനുഷ്യൻ. ഇപ്പം നമ്മുടെ വീട്ടിൽ നമുക്കൊരാൾക്ക് വയ്യ, അപ്പം സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ പോയി കാണും, ആ വ്യക്തിനെ പോയി കണ്ടിട്ട് ആ വ്യക്തിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യും. ഇവിടെ ഈശോ എന്താ ചെയ്തേ നോക്കണം. ഈശോ പോയില്ല, ഈശോ വെയിറ്റ് ചെയ്തു, ഈശോ കാത്തിരുന്നു, ഈശോ അവിടെ ഇരുന്നു, പോയില്ല. അപ്പം എന്ത് പരിപാടി ഈശോ കാണിച്ചതെന്ന് നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു ചിന്ത വരും. ഈശോ ചെയ്തത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം
ഈശോ സ്നേഹിക്കുന്നു എന്നത് കൊണ്ട് ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾ ചോദിക്കുന്ന കാര്യം, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യം അപ്പോൾ തന്നെ നിങ്ങൾ കിട്ടുമെന്ന്. ഒരിക്കലുമില്ല. ഈശോ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് വിചാരിച്ച് ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾ ചോദിക്കുന്ന കാര്യം അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുമെന്ന്. ഒരിക്കലുമില്ല. അത് സാധ്യമല്ല, നടക്കില്ല. നിങ്ങൾക്കുണ്ടാവേണ്ട മനോഭാവം എന്താണ്? നമ്മൾ വിചാരിക്കേണ്ടത്, നമ്മൾ അത് കഴിഞ്ഞ് ഈശോ വരുന്നുണ്ട്, ഈശോ വന്ന് ഈശോ അവന് കൊടുക്കുന്ന അനുഗ്രഹം നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ഈശോ ലാസർ രോഗിയായി കിടന്ന സമയത്ത് വന്നിരുന്നെങ്കിൽ അവന്റെ രോഗത്തിൽ നിന്നും ഈശോ അവനെ സുഖപ്പെടുത്തിയേനെ. പക്ഷേ ഈശോ എന്താ ചെയ്തേ? ഈശോ കുറച്ചും കൂടെ ഉന്നതമായ ലെവലിൽ, ഉന്നതമായ തലത്തിൽ ചിന്തിച്ചു. കുറച്ചും കൂടെ ഒരു ഹയർ ഗുഡിലേക്ക് ഈശോയുടെ ചിന്ത വന്നു. അതായത് വെറുമൊരു രോഗത്തിൽ നിന്നുമുള്ള സൗഖ്യമല്ല ഞാൻ അവന് കൊടുക്കാൻ പോണത്, അവന്റെ മരണത്തിൽ നിന്നുമുള്ള ഒരു സൗഖ്യം. അവനെ ഉയർപ്പിക്കാൻ പോവാണ് ഞാൻ. ഈശോ ലാസറിനെ ഉയർപ്പിച്ചു. അപ്പോൾ ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതായത് മർത്തായും മറിയവും വിചാരിച്ചിട്ടുണ്ടാവും, ഞാൻ ഇത്രയൊക്കെ സഹായം ചെയ്തതല്ലേ, എന്നിട്ട് എന്താ ഇവനിങ്ങനെ വരാതിരുന്നു? ഭക്ഷണം കൊടുത്തു ഒക്കെ ചെയ്തു, പക്ഷെ കർത്താവ് വന്നില്ല. അതായത് കർത്താവ് കാത്തിരുന്നു, കർത്താവ് വെയിറ്റ് ചെയ്തു. ഒരു നന്മയ്ക്ക് വേണ്ടി, ഒരു വലിയ നന്മയ്ക്ക് വേണ്ടി, നന്മയ്ക്കല്ല, ഒരു വലിയ നന്മയ്ക്ക് വേണ്ടി കർത്താവ് കാത്തിരുന്നു. ലാസറിന് അവൻ ചിന്തിക്കാത്ത ലെവലിലുള്ള ഒരു അനുഗ്രഹം, കുടുംബം ചിന്തിക്കാത്ത, സ്വപ്നം കാണാത്തതിനപ്പുറമുള്ള ഒരു അനുഗ്രഹം കർത്താവ് കൊടുത്തു. ഇതാണ് നമുക്കും ഉണ്ടാവേണ്ട മനോഭാവം. ഇതാണ് നമ്മൾ കാത്തിരിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ചെന്ന് എനിക്ക് ഇന്നത് വേണം, എനിക്ക് പരീക്ഷയിൽ നല്ല മാർക്ക് വേണം, എനിക്ക് നല്ലൊരു ജീവിത പങ്കാളിയെ കിട്ടണം, എൻ്റെ കുടുംബം മനോഹരമായിരിക്കണം, എനിക്ക് നന്നായിട്ട് ജീവിക്കാൻ പറ്റണം, അല്ലെങ്കിൽ എൻ്റെ മക്കൾ നന്നായിട്ട് വരണം, എൻ്റെ ഭർത്താവിന് നല്ല ജോലി ഉണ്ടാവണം, അതുണ്ടാവണം, ഇതുണ്ടാവണം, ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കും. ഇതിലേതെങ്കിലും നടന്നില്ലെങ്കിൽ പിന്നെ പള്ളിയിലേക്കില്ല, അല്ലെങ്കിൽ പിന്നെ പള്ളിയിൽ നിന്ന് മാറിയാകുന്നു. ശരി, എന്തിനാ വരുന്നത് ഈ ചോദ്യം? ഇങ്ങനെയുള്ള ചിന്തകൾ വരുന്നിടത്താണ് നമ്മൾ ലാസറിനേക്ക് നോക്കേണ്ടത്. അതായത് ലാസറിന്റെ കുടുംബത്തിലേക്ക് കർത്താവ് ചെന്നത്. കർത്താവ് കാത്തിരുന്നു അവനൊരു നന്മ കൊടുക്കാൻ വേണ്ടി. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ശൈലി എപ്രകാരമായിരിക്കണം? ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വിചാരിക്കണം, ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യം നേടിയെങ്കിൽ അത് എൻ്റെ മിടുക്ക് കൊണ്ട് നേടി, ഓക്കെ, കുഴപ്പമില്ല. ഞാനൊരു പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യം നേടിയില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കരുത്, നിങ്ങൾ സന്തോഷിക്കണം. കാരണം കർത്താവ് വെയിറ്റ് ചെയ്യാണ്, കർത്താവ് കാത്തിരിക്കുകയാണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ല ഒരു നന്മ തരാൻ വേണ്ടി. നിങ്ങൾ ചോദിച്ചൊരു കാര്യം നിങ്ങൾക്ക് ആപത്താവുമെന്ന് നിങ്ങൾക്കറിയില്ല, പക്ഷെ ഈശോയ്ക്കറിയാം. നിങ്ങൾ അതിൻ്റെ ഒരു സൈഡ് മാത്രമേ കാണുന്നുള്ളൂ, കർത്താവ് പല സൈഡും കാണുന്നുണ്ട്. കർത്താവ് നീ ചോദിച്ച കാര്യം നിനക്കൊരു പാരയായിട്ട് മാറുമോ, നിനക്ക് പിന്നീട് വലിയ വിപത്തായി മാറോ ഇല്ലയോ നിനക്കറിയില്ല, കർത്താവിന് അറിയാം. ഈശോയ്ക്ക് വളരെ വ്യക്തമായിട്ട് കാര്യം അറിയാം. അതുകൊണ്ടാണ് ഈശോ വെയിറ്റ് ചെയ്യുന്നത്. തരാതെ ചില അനുഗ്രഹങ്ങൾ, ചില പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാത്തത് അതുകൊണ്ടാണ് കർത്താവ് വെയിറ്റ് ചെയ്യാണ്, നിന്നെ വെയിറ്റ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ആ വെയിറ്റ് ചെയ്യിപ്പിക്കുന്ന പ്രോസസ്സ് ചിലപ്പോൾ ദീർഘമായിരിക്കാം, ചിലപ്പോൾ പെട്ടെന്ന് കിട്ടുമായിരിക്കും, ചിലപ്പോൾ കുറച്ചധികം സമയമെടുക്കും. പക്ഷെ നമ്മൾ കാത്തിരിക്കണം, ക്ഷമയോടെ കാത്തിരിക്കണം. നിന്റെ ചോദ്യങ്ങൾക്ക്, നിന്റെ പ്രാർത്ഥനകൾക്ക് ഒരിക്കലും ഈശോ മറുപടി തരാതിരിക്കില്ല. കർത്താവ് നിനക്ക് മറുപടി തരും. വേണ്ട സമയത്ത് വേണ്ട പോലെ കർത്താവ് നിനക്ക് മറുപടി തരും. ആ മറുപടി നിന്റെ ഭാവി ജീവിതത്തിനുള്ളതാണ്. ഇപ്പം ഉള്ള നിന്റെ സുഖത്തിന് വേണ്ടിയല്ല, നിന്റെ ഫ്യൂച്ചർ, നിന്റെ ഭാവി കർത്താവിനറിയാം. നിനക്കൊരു അനുഗ്രഹം തന്നാൽ അത് നിനക്ക് നന്മയായിട്ട് ഭവിക്കുമെങ്കിൽ മാത്രമേ കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ അവിടെ നിർത്തും, അവിടെ നിൽക്കും, കുറച്ച് കഴിയട്ടെ, നിനക്ക് ശരിയായ സമയത്ത് ഞാൻ നിനക്ക് തരാം. ഈശോ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, നമ്മൾ നന്നായി വരണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് കർത്താവ് നമുക്ക് ഓരോ കാര്യങ്ങളും, ഓരോ അനുഗ്രഹങ്ങളും തരുന്നത്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, കർത്താവ് നിന്നെ സ്നേഹിക്കുന്നത്, നിനക്ക് അനുഗ്രഹം തരികയാണെങ്കിൽ അത് നിന്റെ ക്ഷേമത്തിനാണ്, നിന്റെ നാശത്തിനല്ല, നിന്റെ ക്ഷേമത്തിനാണ്, നിന്നെ നശിപ്പിക്കാനല്ല കർത്താവ് കാത്തിരിക്കുന്നത്. നിനക്ക് വലിയ ഒരു നന്മ, വലിയ ഒരു സമ്മാനം കർത്താവ് കരുതി വെക്കുന്നുണ്ട്. അതിനുവേണ്ടി നീ കാത്തിരിക്കണം, പ്രാർത്ഥിച്ച് കാത്തിരിക്കുക. വിശുദ്ധരൊക്കെ അങ്ങനെയല്ലേ? വിശുദ്ധർ പ്രാർത്ഥിച്ചു, കർത്താവുമായിട്ട് വളരെ ക്ലോസ് കോണ്ടാക്റ്റിൽ ജീവിച്ചവരാ വിശുദ്ധ ഫൗസ്റ്റീന പുണ്യവതിയൊക്കെ. പക്ഷെ പുണ്യവതിയൊക്കെ ചോദിച്ചിട്ട് അപ്പം തന്നെ ഉത്തരം കിട്ടുമായിരുന്നു? ഇല്ല. ഒത്തിരിയേറെ ദിവസങ്ങൾ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാത്ത നിരവധി ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിശുദ്ധ മദർ തെരേസ വലിയൊരു എക്സാമ്പിളാണ്. 50 വർഷക്കാലം മദറിന്റെ ജീവിതത്തില് പ്രാർത്ഥനയ്ക്ക് മദർ പ്രാർത്ഥിക്കുന്നു, മദർ ഓരോ ദിവസവും പ്രാർത്ഥിക്കുന്നു. പക്ഷെ 50 വർഷക്കാലം കർത്താവ് ഉത്തരം തരാത്ത നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കർത്താവ് ഉത്തരം തരാതെ വിട്ടുപോയ പല അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യവുമില്ല. ശൂന്യമായ അവസ്ഥയിൽ മദർ ജീവിച്ച 50 വർഷക്കാലത്തോളം, അല്ലെങ്കിൽ ഒട്ടനവധി ഇരുണ്ട നിമിഷങ്ങളെക്കുറിച്ച് മദറിൻ്റെ ആത്മകഥയിൽ, മദറിൻ്റെ ജീവചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നതാണ്. എന്നിട്ട് മദർ വിട്ടുപോയോ? ഇല്ല. മദർ കാത്തിരുന്നു. മദർ ക്ഷമയോടെ കാത്തിരുന്നു. ആ ക്ഷമയോടെ കാത്തിരുന്നപ്പോൾ കർത്താവ് പിന്നീട് അതിനുത്തരം കൊടുത്തു. ആ ഉത്തരമാണ് മദറിനെ വിശുദ്ധിയാക്കി മാറ്റിയത്. മദറിനെ മറ്റെല്ലാവരെക്കാളും അനുഗ്രഹപ്രദമായ ഒരു വ്യക്തിയാക്കി മദറിനെ കർത്താവ് മാറ്റിയത്. നമ്മൾ കാത്തിരിക്കണം. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഒഴിഞ്ഞു മാറരുത്. കർത്താവിൽ നിന്നും, പള്ളിയിൽ നിന്ന് മാറരുത്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മൾ കാത്തിരിക്കണം. ഈശോയുടെ നന്മയ്ക്ക് വേണ്ടി, ഈശോ നമുക്ക് തരുന്ന വലിയ നന്മയ്ക്ക് വേണ്ടി നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം. ആ ഒരു കാത്തിരിപ്പാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാവേണ്ടത്. നമുക്ക് ആ ഒരു ക്ഷമ, കാത്തിരിപ്പിൻ്റെ ആ ഒരു ക്ഷമ ലഭിക്കാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. യുവതിയുവാക്കൾ നമ്മളെപ്പോഴും നമ്മുടെ വിശ്വാസത്തിൽ വ്യതിചലിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. നമുക്കൊരു കാര്യം കിട്ടിയില്ലെങ്കിൽ വേണ്ട എന്ന് ഇട്ടേച്ച് പോകുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ പ്രാർത്ഥനയുടെ മൂല്യം എത്രത്തോളം നമ്മൾ ഈശോയോട് ചേർന്ന് നിൽക്കണമെന്ന് ഇവിടെ ഈ നിമിഷം ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ വചനത്തിലൂടെ, സുവിശേഷത്തിലൂടെ, നമ്മുടെ ജീവിതാനുഭവങ്ങളിലൂടെ. ആ അനുഭവങ്ങൾ കർത്താവ് നമുക്ക് തരുന്നതാണ്. അപ്പോൾ അനുഭവങ്ങളെ സ്വന്തമാക്കുക, പ്രാർത്ഥിക്കുക, കാത്തിരിക്കുക, ക്ഷമയോടെ കാത്തിരിക്കുക. ഈശോയുടെ വലിയ നന്മയ്ക്ക് വേണ്ടി കർത്താവ് എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.